filter. What's the latest trend? Gotta post a selfie with a clever caption. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് ഡേ 26 ആണ്. അതായത് നമ്മൾ 26ാമത്തെ നോമ്പിലെത്തിയിട്ടുണ്ട്. ഇന്നിവിടെ നോമ്പ് തുറയാണ് കേട്ടോ, ഇഫ്താർ പരിപാടിയാണ് നമ്മുടെ റൂമിൽ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെയും ബ്രദറിൻ്റെയും ഒക്കെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ആ പരിപാടീൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഫുഡൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. മുഴുവനായിട്ടും വീഡിയോ എടുത്തിട്ടില്ല, എന്നാലും ഉള്ളത് കാണിക്കും. പിന്നെ നമ്മൾ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. മുമ്പുള്ളത് നമ്മൾ പരിപാടീൻ്റെ മുമ്പ് എടുത്തതാണ്. ഈ കുറച്ച് ക്ലിപ്സ് മാത്രമേ പരിപാടിക്ക് മുമ്പ് എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് എങ്ങനെ നമ്മുടെ വീടും റൂമൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. കാര്യം ഞാൻ പരിപാടിക്ക് എന്താ പറയുക, എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ ആൾക്കാർ പിന്നെ എല്ലാവരും ആണുങ്ങളുമാണല്ലോ, ഞാനൊരു ആൾ മാത്രമാണ് പെണ്ണായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അവരുടെ ഇടയിൽ പോയിട്ട് വീഡിയോ എടുക്കാനൊക്കെ മടിയായത് കാരണം ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നല്ല ബിസി ആയിരുന്നു. നമ്മൾ മാത്രമായിട്ട് പരിപാടി കഴിക്കില്ല. നാട്ടിൽ നിന്നൊക്കെ പറയുമ്പോൾ ഉമ്മ ഉണ്ടാവും, സിസ്റ്റർ ഉണ്ടാവും, അങ്ങനെയൊക്കെ എല്ലാവരും കൂടി പരിപാടി കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാനും പിന്നെ ഹസ്ബൻഡും ബ്രദറും ഞങ്ങൾ 3 പേരാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. എന്നാലും നമ്മൾ ഒറ്റയ്ക്ക് ഒരു പരിപാടി കഴിക്കാമെന്ന് പറയുമ്പോൾ മാഷാ അല്ലാഹ്, ഞാൻ അങ്ങനെയൊന്നും ശീലമില്ലാതെ ആദ്യമായിട്ടാണ്. എന്നാലും അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാ പരിപാടിയും സൂപ്പറായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല പരിപാടി നല്ല ഉഷാറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഫുഡൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടെന്ന് പറഞ്ഞു, മാഷാ അല്ലാഹ്. അപ്പം എന്താ, നമ്മൾ ഒറ്റയ്ക്ക് പരിപാടി കഴിച്ചതുകൊണ്ട് ആ ഒരു ക്ലിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇഫ്താറിൻ്റെ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇഫ്താർ കഴിഞ്ഞുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഒരു കണക്കിന് എല്ലാവർക്കും യൂസ്ഫുൾ ആവുക ചിലപ്പോൾ ഇതായിരിക്കും. കാരണം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ടയേർഡാകുമ്പോൾ, പരിപാടി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ടയേർഡാവും. ആ സമയത്ത് നമ്മൾക്കൊന്നും ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കും മടിയുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ മടിയൊന്നും ഇല്ലാണ്ട് നമ്മളിതൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കണ്ടാലോ. അതിനിടയ്ക്ക് എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് മുറിയാന്ന് വെച്ചാൽ ഞാൻ എന്തോ സാധനം എടുത്ത് പൊക്കിയപ്പം തൊട്ടടുത്തുള്ള ഒരു എന്താ പറയുക, എന്തെങ്കിലോ തട്ടി പെട്ടെന്ന് കോറി ചെറുതായിട്ടൊന്ന് മുറിവ് സംഭവിച്ചു. ബേബി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ, മമ്മയുടെ മുറി മാറിയോ, ഞാനൊന്ന് നോക്കട്ടെ. സമാധാനമായി, ഞാൻ കുഴപ്പമില്ല, പേദുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട്. കുട്ടികൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും ഈ പ്രായത്തിൽ. അവർക്ക് നമുക്ക് എന്തെങ്കിലും ആയാൽ ഭയങ്കര വിഷമമായിരിക്കും കേട്ടോ. രാത്രി ഞാൻ ഉറങ്ങുന്ന സമയത്ത് വോസ്ലീനൊക്കെ തേച്ചിട്ട് ഇങ്ങനെ എനിക്കൊരു സമാധാനമില്ല എന്നൊക്കെ പറയായിരുന്നു ആൾ, പാവം, മാഷാ അല്ലാഹ്. അപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അടുപ്പിൻ്റെ കോലമാണ് ഗൈസ് ഇത്. അത്രയും വൃത്തികേടായിരിക്കുകയാണ്. നമുക്കെന്നെ അറിയാമല്ലോ, അത് വലിയ എന്തായാലും അങ്ങനെ ആവും ഉറപ്പാണ്. കാരണം നമ്മൾ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന ഫുഡ് പറയുമ്പോൾ അപ്പം തന്നെ നമ്മൾ കൈ വൃത്തിയാക്കും. ഇതിപ്പം ഈ ഒരു ഡേ നമ്മൾ ഒത്തിരി ഫുഡ് ഉണ്ടാക്കുന്നു, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഫുഡ് നന്നാവണം, പരിപാടി ഉഷാറാവണം എന്ന് ചിന്തിക്കുന്നതുകൊണ്ട് തന്നെ അത്രയും ഗ്യാസും കാര്യങ്ങളൊക്കെ, അടുപ്പും കാര്യങ്ങളൊക്കെ വൃത്തികേടായിട്ടുണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞിരുന്നു കമൻറ്റിൽ, നമ്മൾ പാത്രം കഴുകുമ്പോൾ അതുപോലെ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ കയ്യിൽ ഗ്ലൗസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു.
നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പാത്രം കഴുകുമ്പോഴും മറ്റുമൊക്കെ നമ്മൾ മെയിൻലി ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ചില സാഹചര്യത്തിൽ നമ്മൾ അതിട്ട് ചെയ്താലൊരു ഫിനിഷിങ് കിട്ടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊരു ധാരണ ചില സമയങ്ങളിൽ നമുക്ക് വരികയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും ആ കമൻറ്റിനെ ബഹുമാനിക്കുന്നുണ്ട്. മാക്സിമം നമ്മൾ ഇനിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേണ്ടാന്ന് വിചാരിച്ച് ഗ്ലൗസ് യൂസ് ചെയ്യാത്തതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും അങ്ങനെ എന്തെങ്കിലും ഒരു സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ പറയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വായിക്കാനായിട്ടും കേൾക്കാനായിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു. അങ്ങനെ പറഞ്ഞു തന്നതിൽ ഒത്തിരി താങ്ക് യു. പിന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിനി വൃത്തിയാക്കാനുള്ളത് ഈ ഒരു സിങ്ക് ഏരിയയാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ എൻ്റെ മുറിവ്. എനിക്കൊരു ചെറിയ മുറിവുണ്ടായാലും അതിങ്ങനെ എൻ്റെ ഉമ്മീനോടൊക്കെ ഇങ്ങനെ കാക്കനോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കി എന്ന് പറഞ്ഞിട്ട് പറയുന്നൊരു ശീലമുണ്ട് കേട്ടോ. അതുപോലെ കാണിച്ചാണ് സംഭവം. എൻ്റെ ഉമ്മി കാക്കു എല്ലാവരും എൻ്റെ അടുത്ത് പറയും, നിനക്ക് എന്ത് പണി ചെയ്യണമെങ്കിലും കുറച്ച് ധൃതി കൂടുതലാണെന്ന് പറയും. കാര്യം പെട്ടെന്ന് തീർക്കണം, എനിക്ക് പെട്ടെന്ന് അത് തീർക്കണം, അല്ലെങ്കിൽ കുറേ സമയമായാലോ, അതായത് ഒരു ടെൻഷൻ ഫ്രീ അല്ല, ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചെയ്യണം, ഫാസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും പറ്റും. അതുപോലെ പറ്റിയതാണ് കേട്ടോ. ഇതും കുറച്ച് ധൃതി കൂടി പോയതാണ്. അതിനുശേഷം ഞാൻ വളരെ പതിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇതും കൂടി ചെയ്യാം. ശരി. അങ്ങനെ നമ്മളെ പണികളൊക്കെ തീർന്നിരിക്കുകയാണ്. കിച്ചണൊക്കെ കണ്ടില്ലേ, നല്ല ഷൈനിങ് ആയിട്ട് കാണുന്നത്. ആദ്യം എന്തായിരുന്നു കോലം, ഒരു പരിപാടി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മൊത്തം മോശമാവും, അത് നമ്മൾ ശരിയാക്കണം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാനൊന്നിരുന്ന് വെള്ളം കുടിക്കുകയാണ്. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ അവർ വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉള്ളിലൊക്കെ നല്ല ചീസാണ്, അത്യാവശ്യം ഷുഗറി ആണ്, കുറച്ച് മധുരമൊക്കെ ഉണ്ട്. വലിയ മധുരം കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് വലിയ മധുരം ഇഷ്ടമാണ് എന്നല്ല, എന്നാലും കുഴപ്പമില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, കാരണം ഉള്ളിലൊക്കെ ചീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് നല്ല ആസ്വദിച്ച് ഞാൻ ബേബിയും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്താ പറയുക, ഒന്ന് ഉറങ്ങണം. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു, ഇനി ഒന്ന് ഉറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗായ്സ്. ഇഫ് യു ക്യാൻ ലൈക്ക് മൈ വീഡിയോസ്, ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ, ലവ് യു ഓൾ, താങ്ക് യു.